റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് പറഞ്ഞു. കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് ചെയർമാൻ എൻ ഹരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബർ കർഷകരുടെ ഏറെ പ്രതിബദ്ധതയുള്ള ഈ സർക്കാർ റബ്ബർ കൃഷി സജീവമാക്കുന്നതിൽ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കും. വന്യമൃഗശല്യം ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ റബ്ബർ ബോർഡ് ചെയർമാനും ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം വകുപ്പുകളുടെ മന്ത്രിമാരും റബ്ബർ ബോർഡ് ചെയർമാനും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം വിളിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. റബ്ബർ ബോർഡിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് നിയമസഭയിൽ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു MLA ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. റബ്ബർ ബോർഡ് ദുർബലപ്പെട്ടപ്പോഴെല്ലാം റബ്ബർ കർഷകർക്ക് തിരിച്ചടി ഉണ്ടാവുകയും റബ്ബർ കാർഷിക മേഖലയിൽ ഉൽപാദനക്കുറവും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയും എല്ലാം സംജാതമാകാൻ കാരണമായെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞങ്ങളുടെ ഒരു പൊതുവെ റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികൾ നമ്മുടെയൊക്കെ ഒരു വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ റബ്ബർ ബോർഡിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് കേരളത്തിൽ റബ്ബർ കർഷകർക്ക് ഗുണമുണ്ടാകുമെന്നുകൂടെ കേരളം തെളിയിച്ചിട്ടുണ്ട്, റബ്ബർ ബോർഡ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഴയകാല പ്രതാപത്തിലേക്കും പഴയകാല അവസ്ഥയിലേക്കും ഞങ്ങളിവിടെ പലപ്പോഴായി സമരം ചെയ്യുന്നത്. സാങ്കേതിക കാരണങ്ങൾ മൂലം സ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് കിട്ടാനുള്ള 20 കോടി രൂപ പെട്ടെന്ന് വിതരണം ചെയ്യുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടവിളകൾക്ക് കാർഷികാനുകൂല്യം, വനമേഖലയിലെ തോട്ടങ്ങൾക്ക് വേലി കെട്ടുന്നതിനും ട്രഞ്ച് കുഴിക്കുന്നതിനും വനം വകുപ്പിന്റെ അനുമതി ലഭ്യമാക്കൽ, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തൽ തുടങ്ങി റബ്ബർ ബോർഡ് ഉന്നയിച്ച വിവിധ വിഷയങ്ങളിൽ കർഷകരെ സഹായിക്കുന്നതിനുള്ള സമീപനമുണ്ടാകും. വിലസ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കും. റബ്ബർ കൃഷിയെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരും റബ്ബർ ബോർഡും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എ വസന്തകേശ്, റബ്ബർ പ്രൊഡക്ഷൻ കൺട്രോളർ ഡോക്ടർ ടി സിജു, NIRT ഡയറക്ടർ പ്രിയ വർമ്മ എന്നിവർ സംസാരിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.